നമസ്കാരം. PM കെയർ ഫണ്ടിനെ കുറിച്ചുള്ള യാതൊരു വിവരവും പുറത്തു പറയരുത്. അത് അതീവ രഹസ്യമായിരിക്കണം. പാർലമെന്റിൽ ഇതിനെ സംബന്ധിച്ച് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കരുത് എന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയെന്ന വാർത്ത കഴിഞ്ഞ 2 ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചാ വിഷയമാവുകയാണ്. അതായത് ഇത്തരമൊരു നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയെന്നും PM കെയറിൽ കോടിക്കണക്കിന്, പ്രശാന്ത് ഭൂഷണൊക്കെ പറഞ്ഞത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഫണ്ട് വരുന്ന ആ അക്കൗണ്ട് രഹസ്യമാക്കി വയ്ക്കുന്നത് ശരിയല്ല, അവിടെ അഴിമതിയുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്തോ മറച്ചു വയ്ക്കാനുണ്ട്, നരേന്ദ്രമോദി അതുകൊണ്ടാണ് ഈ കാര്യം രഹസ്യമാക്കി വെക്കണം, പാർലമെന്റിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയരുത് എന്നൊക്കെ പറഞ്ഞ് വിലക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് പുതിയ ആഖ്യാനം. മോദി വിരുദ്ധ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുമെല്ലാം ഇത് സംബന്ധിച്ച പോസ്റ്ററുകൾ നരേന്ദ്രമോദിയെ വില്ലനാക്കി ചിത്രീകരിച്ചുകൊണ്ട് നിരന്തരം പ്രചരിപ്പിക്കുകയുമാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വാസ്തവം എന്താണ്? PM കെയർ ഫണ്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അത് ഉണ്ടാവരുത്, അതിന് ഉത്തരം നൽകരുത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ ഓഫീസ് PM കെയർസിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ, അതിൻ്റെ കണക്കുകൾ, വരവ് ചെലവ് കണക്കുകൾ ഇതെല്ലാം രഹസ്യമാക്കി വച്ചിരിക്കുകയാണോ? നമുക്ക് പരിശോധിക്കാം. സത്യത്തിൽ PM കെയർ ഫണ്ട് ആരംഭിച്ചത് 2020-ലാണ്. അതായത് 2019-20 സാമ്പത്തിക വർഷത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഇങ്ങനെ ഒരു സമാന്തരമായ അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടും? അതിന് ജനങ്ങളുടെ പിന്തുണയുള്ള, അല്ലെങ്കിൽ ജനങ്ങൾ സ്വമേധയാ സംഭാവനകൾ നൽകുന്ന ഒരു സംവിധാനം വേണമെന്ന ആവശ്യം കോവിഡ് കാലം ആണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ സർക്കാർ സംവിധാനങ്ങളുടെ നൂലാമാലകളൊക്കെ മറികടന്ന് ജനങ്ങളിലേക്ക് സഹായം എത്തിക്കണമെങ്കിൽ അതിന് ചില ഒരു വ്യവസ്ഥയുണ്ടാകണം എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് PM കെയർ ഫണ്ട് രൂപീകരിക്കുന്നത്. പ്രധാനമന്ത്രി ഈ PM കെയർ ഫണ്ടിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. മുതിർന്ന മന്ത്രിമാർ, അതായത് പ്രതിരോധ വകുപ്പ് മന്ത്രി, ധനകാര്യമന്ത്രി, അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി, ഇവരൊക്കെ ട്രസ്റ്റികളായിട്ടും ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചത്. മാത്രമല്ല 2 വ്യക്തികളെ ഇതുമായി ബന്ധപ്പെട്ട് ട്രസ്റ്റികളായി, മറ്റ് 2 ട്രസ്റ്റികളായി നിയമിച്ചിട്ടുമുണ്ട്. അവരുടെ നിയമനം കാലാകാലങ്ങളിൽ മാറി വരികയും ചെയ്യും. ഇതാണ് PM കെയറിൻ്റെ ഒരു ഘടന. ഇതൊരു പബ്ലിക് ട്രസ്റ്റാണ്, ഇതൊരു സർക്കാർ സ്ഥാപനമല്ല. മാത്രമല്ല ബഡ്ജറ്ററി സപ്പോർട്ട് കിട്ടുന്ന ഒരു ഫണ്ടല്ല. സർക്കാർ ഏതെങ്കിലും തുക ഈ ഫണ്ടിലേക്ക് നൽകുന്നില്ല, സർക്കാർ ഗ്രാൻഡായി നൽകുന്നില്ല, ബഡ്ജറ്റ് അലോക്കേഷനുമില്ല. ഇത് പൂർണ്ണമായും സ്വകാര്യ വ്യക്തികൾ സ്വമേധയാ നൽകുന്ന സംഭാവനയാണ്. ആ സംഭാവനയാണ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഭാവനയാണ്. ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് കോടി രൂപ സഹായമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളിലേക്ക് സഹായകമാകും വിധത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കോവിഡ് കാലത്താണ് ഈ ഫണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവഴിക്കലുകളും പ്രയോജനങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇനി ഇത് എന്തുകൊണ്ട് പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉയരാൻ പാടില്ല? അത് ഈ ഒരു വാർത്ത വരുന്നതിന് കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പാർലമെന്റ് സെക്രട്ടേറിയറ്റിന് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശത്തിൽ നിന്നാണ്. അതായത് ഇത്തരത്തിൽ PM കെയർ ഫണ്ട്, അതുപോലെ തന്നെ മറ്റ് 2 ഫണ്ടുകൾ കൂടിയുണ്ട്. ഈ എല്ലാ ഫണ്ടുകളും ഇത്തരത്തിൽ ഇതേ ഘടനയുള്ളവയാണ്. PM കെയർ ഫണ്ട് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ട്രസ്റ്റാണ്, സർക്കാരിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നാൽ അത് നേരെ PMOയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഉന്നയിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് പാർലമെന്റിൽ ഉന്നയിക്കാൻ തടസ്സങ്ങളുണ്ട്. പാർലമെന്റിൽ തന്നെയുള്ള, അല്ലെങ്കിൽ പാർലമെന്റിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഒരു ചട്ടങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ആ ചട്ടങ്ങളുടെ നമ്പർ അടക്കം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പരാമർശിച്ചുകൊണ്ടാണ് ഏത് ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് ഈ ചട്ടങ്ങൾ വെരിഫൈ ചെയ്തിരിക്കണം. ഈ ചട്ടങ്ങൾ അനുസരിച്ച് പാർലമെന്റിൽ ഉന്നയിക്കാൻ കഴിയുന്ന ചോദ്യമാണോ ഇതെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് അയക്കാവൂ എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയ നിർദ്ദേശം. അതായത് PM കെയർ ഒരു പബ്ലിക് ഫണ്ട് ആയത് കാരണം, ഇത് സർക്കാരുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലാത്ത കാരണം ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉത്തരം പറയേണ്ട ബാധ്യത സർക്കാരിനില്ല. അത് നരേന്ദ്രമോദി സർക്കാരിനെന്നല്ല, ഒരു സർക്കാരിനും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യമില്ല എന്ന ഒരു തീരുമാനം. ഇതിനു മുമ്പും PM കെയർ ഫണ്ടിനെ കുറിച്ചുള്ള പല ചോദ്യങ്ങൾ കോടതികളിലടക്കം വന്നിട്ടുണ്ട്. ആ കോടതികളിലെല്ലാം സർക്കാരിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇനി ഇപ്പോൾ ഈ പറയുന്ന കണക്കുകൾ, കോടാനുകോടി രൂപ, പ്രശാന്ത് ഭൂഷൺ പറയുന്നത് പോലെ ലക്ഷക്കണക്കിന് കോടി രൂപയൊന്നും വരുന്നില്ല. വരവ് ചെലവ് കണക്കുകളെല്ലാം അതിനകത്തുണ്ട്. ആയിരക്കണക്കിന് കോടി രൂപ വരുന്നുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ ഈ കണക്കുകൾ രഹസ്യമാണോ ഇല്ലയോ? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഓരോ രൂപയുടെ വരവും ഓരോ രൂപയുടെ ചെലവും വളരെ കൃത്യമായി തന്നെ അത് അക്കൗണ്ട് ചെയ്ത് അത് ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റർമാരെ കൊണ്ട്
കൊണ്ട് ഓഡിറ്റ് ചെയ്യിച്ച് ഓരോ വർഷവും ഇതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് PM കെയറിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഏതൊരാൾക്കും ആ വെബ്സൈറ്റ് സന്ദർശിച്ച് വരവ് ചിലവ് കണക്കുകൾ പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഈ ആരോപിക്കപ്പെടുന്നത് പോലെ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ PM കെയറിൻ്റെ വരവ് ചിലവ് കണക്കുകൾ ഒരിക്കലും രഹസ്യമല്ല. നിങ്ങളിപ്പോൾ കാണുന്നത് ഏറ്റവും ഒടുവിലായി PM കെയർ ഫണ്ട് പ്രസിദ്ധീകരിച്ച ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് 2022-23 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. 2019-2020 ഇത് ആരംഭിച്ചത് മുതൽ 2022-23 വരെയുള്ള വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ളവ തീർച്ചയായും വരാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഓഡിറ്റും മറ്റ് പ്രോസസ്സുകളും ഒക്കെ കഴിഞ്ഞ് വരാൻ സമയമാകുന്നതേ ഉള്ളൂ. 2022-23 സാമ്പത്തിക വർഷത്തെ ഈ കണക്കുകൾ പ്രകാരം, നിങ്ങളിപ്പോൾ കാണുന്ന കണക്കുകൾ പ്രകാരം 6723 കോടി രൂപയുടെ വരവാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് മുന്നത്തെ വർഷം 9131 കോടി രൂപയുടെ വരവുണ്ട്. ഇതിൽ ചെലവ് 439.38 കോടി രൂപയാണ്. അതിന് മുൻ വർഷം തൊട്ട് മുൻ വർഷം 3716 കോടി രൂപ ചെലവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ വർഷവും ഏതൊക്കെ ഇനങ്ങളിലേക്കാണ് ചെലവ് ചെയ്തത് എന്നതടക്കം വളരെ കൃത്യമായ വളരെ വിശദമായ ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത് ഒരു പബ്ലിക് ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ പ്രധാനമന്ത്രിയായി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സർക്കാരുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രാഥമികമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ലാത്ത സ്ഥാപനങ്ങളുമായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായോ വ്യക്തികളുമായോ ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പാർലമെൻറ്റിൻ്റെ തന്നെ നേരത്തെ എഴുതപ്പെട്ട ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ അനുസരിച്ചിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ലോക്സഭാ സെക്രട്ടേറിയറ്റിന് ഒരു നിർദ്ദേശം നൽകിയത്. അല്ലാതെ PM കെയർ ഫണ്ടിലേക്ക് വരുന്ന കോടികളുടെ വരവ് ചെലവ് കണക്കുകൾ രഹസ്യമാക്കി വച്ചിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ എന്ന രീതിയിലുള്ള ആരോപണം ശരിയല്ല. എന്താണ് PM കെയർ ഫണ്ടെന്നും ആരൊക്കെയാണ് അതിൽ കാര്യങ്ങൾ നടത്തുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്, എത്ര രൂപ വരുന്നു, എത്ര രൂപ പോകുന്നു എന്നെല്ലാം വളരെ വിശദമായ കണക്ക് PM കെയർ ഫണ്ടിൻ്റെ വെബ്സൈറ്റിൽ ആർക്ക് വേണമെങ്കിലും പൊതുജനങ്ങൾക്ക് പോലും ലഭ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സുതാര്യമായ പ്രവർത്തനത്തെയാണ് പാർലമെന്റിൽ നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ദുരൂഹമാക്കി വയ്ക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പൊതുജന അഭിപ്രായം ഉണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രചരണങ്ങളും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.